ഇപ്രാവശ്യത്തെ ഓണസദ്യയെ ഞാനും അണ്ണച്ചിയും ഒരുമിച്ച് കഴിക്കുന്ന വൈകിട്ടാണ്. കാരണം അണ്ണച്ചിക്ക് കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അണ്ണച്ചി കല്യാണത്തിന് പോട്ടെ എന്ന് ഓർത്തു. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ പ്ലേറ്റിലിരുന്ന് കഴിച്ചു. എന്നിട്ട് അണ്ണച്ചി വരുമ്പോൾ അണ്ണച്ചി പറഞ്ഞു നമുക്ക് വൈകിട്ടിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഴിച്ചെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇപ്പം ഞാൻ എടുക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഓർത്തു, അയ്യോ വീഡിയോയുടെ ഇൻട്രോ എടുത്തില്ലല്ലോ, ഇൻട്രോ ഒന്ന് എടുത്തേക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് എടുത്തേ. അപ്പം നമുക്ക് അധികം പറഞ്ഞ് ഇതാക്കാതെ നമുക്ക് നേരെ രാവിലത്തെ കാര്യം, ഇതിപ്പോൾ വൈകിട്ടായല്ലോ, അപ്പോൾ രാവിലെ തൊട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഓണസദ്യ വെക്കലും അതൊക്കെ നമുക്ക് നേരെ എന്നാൽ അതിലേക്ക് കിടക്കാം. ഞാൻ എന്തായാലും രാവിലെ തന്നെ അങ്ങ് അരി ഇട്ടു. ഇച്ചിരി വേവുള്ള അരിയാണേ. അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമുണ്ട്, അതങ്ങ് വെന്തിരുന്നോളുമല്ലോ. അണ്ണച്ചി പിന്നെ കരിയാപ്പില എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ കൊണ്ട് തരുന്നുണ്ടേ. ഓണമെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വെക്കുന്നതിനെക്കാട്ടി കൂടുതൽ കുറച്ച് കറികൾ കൂടുതൽ വെക്കുമല്ലോ. ഞാനിപ്പം മാങ്ങാച്ചാറ് ഉണ്ടാക്കാമെന്ന് ഓർത്തു. സാധാരണ ഞാൻ തലേന്നൊക്കെ മാങ്ങാച്ചാറ് ഇട്ടൊക്കെ വെക്കാറുണ്ട്. ഓണത്തിനൊരു 2 ദിവസമൊക്കെ മുന്നെയൊക്കെ വെക്കും. ഇപ്രാവശ്യം തയ്യലൊക്കെ ഇങ്ങനെ നിന്നതുകൊണ്ട് ഒന്നും നടന്നില്ല. ഓണത്തിൻ്റെ അന്ന് തന്നെയാണ് ഈ കറികളെല്ലാം ഞാൻ ഉണ്ടാക്കുന്നത്. മാങ്ങാച്ചാറെന്ന് പറഞ്ഞാൽ എനിക്കും അണ്ണച്ചിക്കും നാരങ്ങാച്ചാറിനെക്കാട്ടി ഭയങ്കര ഇഷ്ടമാണേ. ഞാൻ പിന്നെ ഇതിനകത്ത് കുറച്ച് ഉലുവയും കടുകും കൂടെ ചൂടാക്കിയിട്ട് ഒന്ന് വറുത്ത് പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഓണമല്ലേ, ഇച്ചിരി രുചി ടേസ്റ്റ് കൂടിക്കോട്ടെ. ചിലപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ, പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു മാങ്ങാച്ചാർ അങ്ങിടും. പക്ഷെ മാങ്ങാച്ചാറെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ സാമ്പാർ വെക്കാനായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴുകിയെടുത്തു. പിന്നെ പൊടികളൊക്കെ ചേർത്ത് നമ്മുടെ കുക്കറുണ്ടെങ്കിൽ അതിൽ പിന്നെ സെറ്റാവും. ആദ്യം ഞാനൊന്ന് പരിപ്പൊന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ആ കഷ്ണം ഒന്ന് വേവിച്ചിട്ട് അതിനകത്താണ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് സാമ്പാർ എടുക്കുന്നത്. പിന്നെ അവിയലിനുള്ള കഷ്ണങ്ങളെല്ലാം കൂടെ അവിയൽ അടുപ്പിൽ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ. അത്തപ്പൂ ഇടുന്ന ആളുടെ മുഖമൊക്കെ ഒന്ന് കാണട്ടെ അല്ലേ, അത്തപ്പൂവൊക്കെ. ഇഹാനെല്ലാം കൂടി ഇരുന്ന് അത്തപ്പൂ ഇടാൻ പോവാന്ന് പറഞ്ഞ് കുറച്ച് ഇലയും കുറച്ച് പൂവും ഒക്കെ പറിച്ചുകൊണ്ട് വന്ന് എങ്ങനെയൊക്കെയോ ഇടുന്നുണ്ട് കേട്ടോ. അവിയൽ വേണ്ട അതിൻ്റെ ഇടയിൽ വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. അവിയൽ ഓണത്തിന് സൈഡിൽ ഇച്ചിരി വേണം, എന്നാലേ ഒരു ഓണസദ്യ ആകത്തേ ഉള്ളൂ. പിന്നെ കുറച്ച് പച്ചടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് കുറച്ച് ബീട്രൂട്ട് ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് തേങ്ങ ഒക്കെ അരച്ചെടുത്തു. അങ്ങനെ പച്ചടി വെച്ചുകൊണ്ടിരുന്നപ്പം അണ്ണച്ചിക്ക് കല്യാണം ഉണ്ടായിരുന്നു ഇന്ന്. അണ്ണച്ചി അങ്ങനെ കല്യാണത്തിന് പോയി. ഉച്ചയ്ക്കത്തെ ഊണ് എന്തായാലും അണ്ണച്ചിക്ക് കല്യാണത്തിൻ്റെ അവിടെ നിന്നാണ്. അപ്പം ഞാൻ ഓർത്ത് എന്തായാലും സദ്യ എന്തായാലും നമുക്ക് ഉണ്ടാക്കി വെക്കാം, എന്നിട്ട് വൈകിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ എന്ന് ഓർത്ത് പച്ചടിയൊക്കെ ഉണ്ടാക്കി. പിന്നെ അണ്ണച്ചിയുടെ ഫേവറേറ്റായ പപ്പടം, എനിക്ക് പപ്പടം അങ്ങനെ ഇഷ്ടമല്ലേ. പിന്നെ കുറച്ച് ഇഞ്ചിക്കറിയും കൂടെ ഉണ്ടാക്കാമെന്ന് ഓർത്ത്. ഇഞ്ചിക്കറി പിറ്റേ ദിവസമൊക്കെ ഇരുന്നാലും നമുക്ക് കൂട്ടാമല്ലോ. അങ്ങനെ ഇഞ്ചിക്കറിയും ഞാൻ പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി കരണ്ടടുപ്പിൽ വെച്ചെടുത്ത് കേട്ടോ. പിന്നെ കുറച്ച് ബീട്രൂട്ട് അല്ലല്ലോ എന്നതിന് പറഞ്ഞ ബീൻസ് തോരനും കൂടെ വെച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു സമയമായി. അങ്ങനെ കറിയൊക്കെ ഇങ്ങനെ അടുപ്പിൻ്റെ അവിടെ വെച്ചപ്പോഴാണ് ഒരു സമാധാനമായത്. സത്യം പറഞ്ഞാൽ ഓരോരോ കറികൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പരിപാടിയും, പാത്രം കഴുകാണ് കേട്ടോ ഭയങ്കര പാത്രം എല്ലാം കഴുകിയൊക്കെ വൃത്തിയാക്കി അടുക്കളയൊക്കെ സെറ്റാക്കി എടുക്കുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും. പിന്നെ കുറച്ച് ഉണ്ടായിരുന്നു, നാരങ്ങ അച്ചാറുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു പായസം വാങ്ങിച്ചുണ്ടായിരുന്നേ. അണ്ണച്ചി വന്നപ്പോഴത്തേക്കിനും ഞാൻ ഓണസദ്യയൊക്കെ ഇലയൊക്കെ വെച്ച് വിളമ്പി കേട്ടോ. നമുക്ക് അവിയലുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, ബീൻസ് തോരൻ ഉണ്ടായിരുന്നു, ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു, ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു, പച്ചടി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, പിന്നെ സാമ്പാറുണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു, മാങ്ങാച്ചാറുണ്ടായിരുന്നു. പിന്നെ മോരുകറി എടുക്കാൻ ഞാൻ വിട്ടുപോയി കേട്ടോ. മോരുകറിയും പിന്നെ പച്ചത്തൈരും. പിന്നെ നമ്മൾ പായസം പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് തന്നെ കുടിച്ചായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യും.